നമസ്കാരം. ക്രിമിനൽ കേസുകൾ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുന്നത് കഠിനമാണെന്നും നിലവിലുള്ള 6 വർഷ കാലാവധി പര്യാപ്തമാണെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ. ക്രിമിനൽ കേസുകൾ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തണമെന്നും രാജ്യത്തെ എംപിമാർക്കും MLA-മാർക്കും എതിരായ ക്രിമിനൽ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നുമാവശ്യപ്പെട്ട് അഭിഭാഷകൻ അശ്വനി ഉപാധ്യായ സമർപ്പിച്ച ഹർജിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. അയോഗ്യതാ കാലയളവ് തീരുമാനിക്കുന്നത് പാർലമെന്റിന്റെ അധികാര പരിധിയിലാണെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. മാത്രമല്ല, അയോഗ്യതാ കാലാവധി യുക്തിസഹമായി പരിഗണിച്ച് സഭ തീരുമാനമെടുക്കാറുണ്ടെന്നും കേന്ദ്രം പറഞ്ഞു. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 8, 9 വകുപ്പുകളെയാണ് ഉപാധ്യായ തന്റെ ഹർജിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 81(1) വകുപ്പ് പ്രകാരം അയോഗ്യതാ കാലാവധി ശിക്ഷിക്കപ്പെട്ട തീയതി മുതൽ 6 വർഷമോ തടവ് ശിക്ഷ ലഭിച്ചാൽ മോചിതനായ തീയതി മുതൽ 6 വർഷമോ ആണെന്ന് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. സെക്ഷൻ 9 പ്രകാരം അഴിമതിക്കോ സംസ്ഥാനത്തോടുള്ള വിശ്വാസവഞ്ചനയോ കാരണം പിരിച്ചുവിട്ട പൊതുപ്രവർത്തകരെ പിരിച്ചുവിടൽ തീയതി മുതൽ 5 വർഷം അയോഗ്യരാക്കും. ശിക്ഷകളുടെ ഫലം സമയബന്ധിതമായി പരിമിതപ്പെടുത്തുന്നതിൽ ഭരണഘടനാ വിരുദ്ധമായി ഒന്നുമില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. ഹർജിക്കാരൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളുണ്ടെന്നും കേന്ദ്രം വാദിച്ചു. സുപ്രീം കോടതിക്ക് നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി റദ്ദാക്കാൻ മാത്രമേ കഴിയൂ. ഹർജിക്കാരൻ ആവശ്യപ്പെടുന്ന ആജീവനാന്ത വിലക്കിൽ ഇളവ് നൽകാൻ കഴിയില്ലെന്നും കേന്ദ്രം വാദിച്ചു.